തിരിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് 23 മാർച്ച് 2026, ഈ മാസത്തിലെ 23-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 82-ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 37-ാമത്തെ ദിവസവുമാണ്. ഇന്ന് 452-ാമത്തെ എപ്പിസോഡ് ഇടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്താണ് ലാളിത്യം? എന്താണ് ലാളിത്യം? ഇന്ന് ചിന്തിക്കുവാൻ കിട്ടിയിരിക്കുന്ന വിഷയം ലാളിത്യം എന്നതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് ലാളിത്യം? ലളിതമായ സ്വഭാവമാണ് ലാളിത്യം. ലാളിത്യമുള്ളിടത്ത് അനുസരണയുമുണ്ട്, അച്ചടക്കമുണ്ട്, താഴ്മയുണ്ട്, ക്ഷമയുണ്ട്, സ്നേഹമുണ്ട്, സമാധാനമുണ്ട്. ലാളിത്യമില്ലായ്മയിൽ നിന്നാണ് അഹങ്കാരം, അസൂയ, ചതി, വഞ്ചന, കോപം, ക്രോധം, വിദ്വേഷം എന്നിവ ഉണ്ടാകുന്നത്. താണനിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണ ചെയ്യൂ, എളിമയാണ് തെളിമ തുടങ്ങിയ പ്രസ്താവനകൾ എല്ലാം തന്നെ ലാളിത്യത്തിൻ്റെ മഹത്വത്തെയാണ് പ്രകീർത്തിക്കുന്നത്. ലാളിത്യ ജീവിതം മഹത്തരം തന്നെയാണ്. ലാളിത്യത്തിൻ്റെ വിപരീത ദിശയിൽ നിൽക്കുന്നതാണ് അഹന്ത, പൊങ്ങച്ചം, അഹങ്കാരം എന്നിവ. ഈ സ്വഭാവം നമ്മിൽ സൃഷ്ടിക്കുന്നത് പുച്ഛമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ലാളിത്യം പുലർത്തണം. അർഹിക്കാത്തതൊന്നും നാം ആഗ്രഹിക്കരുത്. വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലല്ല, ഉള്ള വസ്ത്രങ്ങൾ കഴുകി തേച്ച് വൃത്തിയാക്കി ഉപയോഗിക്കുന്നതിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കർത്താവ് ഏറ്റവും ലളിത ജീവിതമാണ് നയിച്ചത്. ജനിച്ചത് തന്നെ കേവലം നിസ്സാരമായ കാലിത്തൊഴുത്തിലാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പരാധീനത ഏറെ ഉള്ള ഒരു ആശാരി കുടുംബത്തിൽ അധ്വാനിച്ചാണ് പരശുശ്രൂഷ വരെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചത് എന്നും നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകും. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, മദർ തെരേസ തുടങ്ങിയവർ ഏറ്റവും ലളിത ജീവിതമായിരുന്നു നയിച്ചത്. ക്രൈസ്തവ ജീവിതം മാതൃകാപരമായി ജീവിച്ചിരുന്ന പരിശുദ്ധ പരിമല തിരുമേനി, പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി, സഭാരത്നം ഗീവർഗീസ് മാർ ഓസ്താത്യോസ് തിരുമേനി എന്നിവരെല്ലാം ലളിത ജീവിതം നയിച്ചവരായിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ കന്യകമറിയാം അമ്മ ലാളിത്യത്തിന്റെ മൂർത്തിഭാവമായിരുന്നു. ഗബ്രിയേൽ മാലാഖ കന്യമറിയാമിന്റെ അടുത്ത് ദൂതറിയിച്ചപ്പോൾ മാതാവ് പറഞ്ഞത്, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആണ്. നാം ആ ലാളിത്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് യാഥാർത്ഥ്യം എന്താണ്, നമ്മുടെ ജീവിതം എന്താണ് എന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും. ഈ ദൈവവചനം അക്ഷരം പ്രതി പ്രവൃത്തി പദത്തിലെത്തിച്ച മഹനീയ വ്യക്തിത്വമായിരുന്നു അമ്മയുടേത്. ഗബ്രിയേൽ ദൂതെ അറിയിക്കാൻ എത്തിയപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും ആരെങ്കിലും ഒന്ന് ഉയർന്നു പോകും. ലാളിത്യം ത്യാഗത്തിലൂടെയാണ് ബലപ്പെടുന്നത് എന്ന് വിശുദ്ധ കന്യമറിയാം നമ്മളെ കാണിച്ചു തന്നു. ലാളിത്യത്തിന്റെ പര്യായമായിരുന്ന അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ, അവർ ലളിത വസ്ത്രധാരി ആയിരുന്നു എന്ന് മാത്രമല്ല, ജീവിതം തന്നെ ഏറ്റവും ലളിതമായിരുന്നുവെന്നും നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ലാളിത്യഭാവത്തോടെ പെരുമാറാൻ കഴിയുക ഏറ്റവും ശ്രേഷ്ഠമാണ്. ഗാന്ധിജിയുടെ ലാളിത്യം സമസ്ത ലോകവും വാഴ്ത്തുന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അർദ്ധ നഗ്നനായ ഫക്കീർ എന്നാണല്ലോ വിളിച്ചിരുന്നത്. എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ആത്മാവിലാണ് കർത്താവ് വസിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇന്നത്തെ സമൂഹം, പ്രത്യേകിച്ച് യുവതലമുറ, ആഡംബര ജീവിതത്തെ പുണരുകയാണ്. പൊങ്ങച്ച സംസ്കാരം മലയാളികളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഉള്ള സമ്പാദ്യമെല്ലാം കൊട്ടാര സദൃശ്യമായ ഒരു വീട് നിർമ്മിച്ച് ചെലവാക്കിയതിനു ശേഷം ആ വീട് പൂട്ടിയിട്ടിട്ട് വിദേശങ്ങളിൽ ഒറ്റമുറിയിൽ കഴിയാനുള്ള നിയോഗമാണ് ഇന്ന് പല മലയാളിക്കും വിധിച്ചിരിക്കുന്നത്. അഹങ്കാരവും നിഗളവും ധൂർത്തും നമ്മെ അപകടത്തിലെത്തിക്കും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം ഏറെ ശ്രദ്ധേയമാണ്. ധനവാൻ ദൈവത്തിൻ്റെ
ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്നാണ് ആ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള ലാളിത്യം ഏറെ ശ്രദ്ധേയമാണ്. ഒരു അടച്ചുകെട്ടില്ലാത്ത തൊഴുത്തിൽ കച്ചിവിരിപ്പിലാണല്ലോ ആ കുഞ്ഞ് ശയിച്ചത്. ഏറ്റവും നിസ്സാരമായ ആട്ടിടയന്മാർക്കാണല്ലോ ആ ദൂത് ആദ്യം ശ്രവിക്കുവാനും കുഞ്ഞിനെ വന്ദിക്കുവാനും അവസരം ലഭിച്ചത്. ഈ ചെറിയവരിൽ ഒരുത്തൻ നിങ്ങൾക്ക് ചെയ്യുന്നതെല്ലാം എനിക്കാകുന്നു ചെയ്യുന്നത് എന്ന് പറഞ്ഞ യേശു പ്രഘോഷിക്കുന്നത് ഈ ലാളിത്യത്തിൽ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ആദ്യകാല ക്രൈസ്തവ നേതാക്കന്മാരും ഈ ലാളിത്യത്തെ പ്രണയിച്ചവരാണ്. ഭൗതിക സുഖങ്ങളിൽ ആറാടുന്ന ഈ ലോകത്ത് ക്രിസ്തുദാസന്മാരായി ലളിത ജീവിതം നയിക്കുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ഈ വലിയ നോമ്പ് അതിന് ഒരു കാരണമായി തീരട്ടെ. വലിയ നോമ്പിൻ്റെ 37-ാമത്തെ ദിവസമായ ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മാറ്റങ്ങൾ വരുത്തിയെന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഈ നോമ്പ് തുടങ്ങിയപ്പോൾ നാം ഓരോരുത്തരും ഒരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കും നോമ്പിലേക്ക് കാലെടുത്തു വെച്ചത്. എന്നാൽ അത് നാം എന്ത് തീരുമാനമെടുത്തുവോ ആ തീരുമാനത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിച്ചോ എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. കാരണം എവിടെ നോക്കിയാലും അനർത്ഥങ്ങളും അനീതിയും അല്ലാതെ മറ്റൊന്നും കാണാനില്ലാത്ത ഈ ലോകത്തിൽ നാം ആ ഹാനോക്ക് ജീവിച്ചതായ ആ കാലയളവിനെ നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ഹാനോക്ക് ജീവിച്ച അവസരത്തിലും എല്ലാവരും അനർത്ഥം ചെയ്യുന്നവരായിരുന്നു. എന്നാൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതിനാൽ, അവൻ്റെ സാധാരണ ജീവിതത്തിലും അവൻ ദൈവത്തിനെ മുറുകെ പിടിച്ചതിനാൽ, അവൻ്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും അവൻ ദൈവത്തെ മുറുകെ പിടിച്ചതിനാൽ, അവൻ്റെ സന്തോഷത്തിൽ അവൻ ദൈവത്തെ മുറുകെ പിടിച്ചതിനാൽ, അവൻ സാധാരണ കുടുംബജീവിതം നടത്തിയപ്പോഴും അവൻ ദൈവത്തോട് കൂടെ നടന്നതിനാൽ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് നാം ഓരോരുത്തരും ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ലോകത്തിൽ ആദ്യത്തെ 65 വർഷം അവൻ എന്താണ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അവൻ ആദ്യത്തെ കുഞ്ഞുണ്ടായതിനു ശേഷം പിന്നീട് 300 വർഷങ്ങൾ കൂടി അവൻ ജീവിച്ചിരുന്നുവെന്നും അവൻ ദൈവത്തോട് കൂടെ നടന്നുവെന്നും പറയുന്നുണ്ട്. ആ അവസരത്തിലും അവന് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം ഒരു മാതൃകാ ക്രിസ്തീയ കുടുംബം നയിക്കുന്ന ഒരാളിന് നല്ല ഒരു ക്രിസ്തീയ ജീവിതവും മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കും. അതിന് നല്ലതായ ഒരു ലാളിത്യം നമുക്ക് ഉണ്ടായാൽ മാത്രം മതിയാവും. എന്താണ് ലാളിത്യമെന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ ആ ഹാനോക്കിനെ പോലെ നാമും ദൈവത്തിൻ്റെ പൈതലായി തീരുവാൻ ഈ വലിയ നോമ്പ് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.